വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവവചന വെളിപ്പാടുകളെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച്, സാന്നിധ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു വിശ്വാസം വർദ്ധിക്കുകയാണ്. ഒരു വലിയ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയുകയാണ്. നമുക്കറിയാം, ചിലരൊക്കെ നമ്മളോട് ചോദിക്കും, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഒന്നീ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻഷുറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ആയിരിക്കാം. ചിലർ പറയും എടുത്തു, ചിലർ പറയും എടുത്തിട്ടില്ല. എന്നാൽ ഞാൻ അതിലും വലിയൊരു കാര്യം നമ്മളോട് പറയാം. അതൊക്കെ വേണം ജീവിതത്തിൽ, നമ്മൾ പരിജ്ഞാനത്തോടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ ഏറ്റവും വലിയ ഒരു കാര്യം ഞാൻ പറയുകയാണ്, യേശുവിനെ നാം സ്വീകരിക്കുന്ന നാഴികയിൽ ഒരു കവനന്റിലേക്ക് വരികയാണ്, ഒരു ഉടമ്പടിയിലേക്ക്. ആ ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞാൽ, അതാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള സന്ദേശമാണ് റോമർ 8:28. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങളിൽ, അയ്യോ പരാജയത്തിൻ്റെ വക്കില്ല, ഒന്നും ഞാൻ കാണുന്നില്ല, നന്മകളൊന്നും കാണുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ വിടുതലില്ല, ഭാരപ്പെടേണ്ട. അത് തിരിക്കും ദൈവം. ജോസഫിൻ്റെ പൊട്ടക്കിണറും കാരാഗ്രഹവും വചനം എഴുതിയിരിക്കുന്നു, അത് അനുഗ്രഹമാക്കി ദൈവം മാറ്റി. എന്നാൽ ചില അവസ്ഥകളിലൂടെ നിങ്ങൾ പോകേണ്ടിയിരിക്കുന്നു. കൂടുതൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്, നിങ്ങളുടെ മേലൊരു കോളിംഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ദൈവം അതുപോലുള്ള പരിശോധനകൾ, യാക്കോബ് പറയുന്ന ഒരു വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മളെ സ്ഥിരമാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോടുള്ള സന്ദേശമാണ്, അത് നന്മയ്ക്കായി വ്യാപരിക്കും. ഒരു പക്ഷേ അബ്ശലോം എതിരായിരിക്കാം, ശൗല് കുന്തം കൊണ്ട് നടക്കാതിരിക്കാം. പക്ഷെ നിങ്ങൾക്കുള്ള വാഗ്ദത്തം, സിംഹാസനം എന്ന് പറഞ്ഞാൽ യേശുവിലാണ്. നിങ്ങൾ ഇവിടെയും ദൈവം മാനിച്ച് നടത്തും, നിത്യതയിലും ദൈവം ഒരുക്കിയിട്ടുണ്ട്, ശ്രേഷ്ഠകരമായിട്ടുള്ളത്. അതുകൊണ്ട് മറന്നു പോകല്ലേ. ഈ ചെറിയ സന്ദേശം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്നു, ദൈവം നിങ്ങൾക്ക് ഇതെല്ലാം അനുഗ്രഹമാക്കാൻ പോവുക. ദൈവം നിങ്ങൾക്ക് ഇതെല്ലാം അനുഗ്രഹമാക്കാം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ വിശ്വാസം വരുമ്പോൾ നിങ്ങൾ അറിയാതാവട്ടെന്ന് പറഞ്ഞ് അതേ മാറാൻ പോവുക. ആ പച്ചവെള്ളം രുചിയും ഗുണവും നിറവുമുള്ള വീഞ്ഞാക്കിയ മാറ്റി പോലെ ദൈവം സാഹചര്യങ്ങളെ മാറ്റും കേട്ടോ. വീണ്ടും വീണ്ടും കേട്ടോ. ഇപ്പോൾ തന്നെ കർത്താവ് ലൈനിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. രോഗബന്ധനങ്ങളിൽ നിന്ന്, പൈശാചികളുടെ അവകാശങ്ങളിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, ആ ഏതെല്ലാം വിഷയത്തിലൂടെ അവർ വേദനയിലൂടെ കടന്നു പോകുന്നു, അതിൽ പുറത്തു വരട്ടെ ആത്മാവിന്റെ ശക്തിയിൽ. റൈറ്റ് നൗ, ജീസസ് നെയിം. ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.